this world. Mama said they take me anywhere. നമസ്കാരം. ബുക്സ് ഓൺ സ്ക്രീനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടിരിക്കുന്ന പുസ്തകം ദൈവത്തിൻ്റെ വികൃതികൾ എന്ന എം മുകുന്ദൻ്റെ നോവലാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നതിൻ്റെ രണ്ടാം ഭാഗം, അല്ലെങ്കിൽ ആ പരമ്പരയിൽപ്പെട്ട നോവൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. മയ്യഴി കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് യൂണിയൻ ടെറിട്ടറിയാണ്. അതായത് ഒരു കൊച്ചു നോർത്ത് മലബാർ, അതായത് വടക്കൻ മലബാറിലെ ഒരു കൊച്ചു തീരപ്രദേശമാണ്. അന്നൊന്നും പട്ടണമായിട്ടില്ല. അതായത് ധാരാളം ലഹരി വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നതിനാൽ ഒട്ടുമിക്ക പേരും ഇപ്പോൾ ലഹരിയുടെ തോണിയിൽ മാത്രം നടക്കുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും പുതിയ ഈ മദ്യ നയത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാഹിയിൽ അതെങ്ങനെ ബാധിച്ചു എന്നതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. എന്നാലും എക്കാലത്തെയും മാഹി ലഹരിയുടെ അടിത്തട്ടിൽ കിടന്നിരുന്ന ഒന്നാണെന്ന് പറയാൻ സാധിക്കും. മുകുന്ദൻ ജനിച്ചത് മാഹിയിലാണ്. അപ്പോൾ തന്നെ അവിടുത്തെ ജീവസ്പന്ദനങ്ങൾ അദ്ദേഹത്തിന് പലപ്പോഴും എഴുത്തിന് പ്രേരകമായിട്ടുണ്ട്. 1954 ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രത്യേക ചരിത്ര സമൂഹമാണ് ഇതിന് ആസ്പദമായിട്ടുള്ളത്. അതായത് ഫ്രാൻസിലേക്ക് തിരിച്ചു പോകാനുള്ള തിടുക്കത്തിലാണ് പലരും. മയ്യഴിയിൽ ചേക്കേറിയിരുന്ന ഫ്രാൻസിലെ പല മനുഷ്യരെയും, ഫ്രഞ്ച് പൗരന്മാരെയും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകാനുള്ള ആഹ്വാനമായി. അങ്ങനെ പലരും തിരിച്ചു പോവുകയാണ്. സമ്പത്തിൻ്റെയും സുഖത്തിൻ്റെയും പറുദീസയായ ഫ്രാൻസിലേക്ക് തിരിച്ചു പോകാൻ എല്ലാവരും ശ്രമിച്ചപ്പോൾ ഒരു കുടുംബത്തിലെ നായകന് മാത്രം അതിന് തോന്നിയില്ല. കാരണം അയാൾ മയ്യഴി പുഴയെയും മയ്യഴിയുടെ തീരപ്രദേശങ്ങളെയും അവിടുത്തെ സാധാരണ മനുഷ്യരെയും വല്ലാതെ സ്നേഹിച്ചു പോയി. അയാളുടെ പേര് അൽഫോൺസോ. അൽഫോൺസ് അച്ഛൻ എന്ന് സ്നേഹത്തോടെ നാട്ടുകാർ വിളിക്കും. ആരെ കാണിക്കാനാ? കള്ളും കുടിച്ച് നടക്കുന്ന നാട്ടുകാർക്ക് എന്ത് മാജിക്? Magic is meant for civilized people. ഓഹോ, എന്നെ കളിയാക്കല്ലേ? വർഷം എത്രയായി? ആരെങ്കിലും വന്നോ ഈ കോപ്പറാട്ടി കാണാൻ? ഇനി ആരും വരില്ല. 1000 തവണ ഞാനിത് കേട്ട് കഴിഞ്ഞു. കേട്ടല്ലോ, ഇനി മറ്റൊന്നും കൂടി കേട്ടോളൂ. ബെറ്റിയമ്മയുടെ മോളുടെ മാരേജിന് ഇനി അധികം ദിവസമില്ല. എനിക്കൊന്നും വേണ്ട. എൽസിക്ക് പുതിയ ഉടുപ്പ് വാങ്ങിക്കണ്ടേ? അമ്മായിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്നാ പൈസ ഇട്. ഞാൻ ഇതൊക്കെ ആക്രിക്കാരന് വിൽക്കാൻ പോവാ. നോ. യെസ്. നോ. നിനക്കിത് വിൽക്കാൻ കഴിയില്ല. ഇതെന്റെ ജീവിതമാണ്. വിൽക്കാൻ കഴിയില്ല. കൊല്ലും ഞാൻ. കുട്ടികൾക്ക് ചെറിയ മാജിക്കുകൾ കാണിച്ചുകൊണ്ടാണ് അൽഫോൺസ് അച്ഛൻ ജീവിച്ചിരുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന പണം വളരെ തുച്ഛമാണെങ്കിലും ആ പണത്തിൻ്റെ വിലയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, മറിച്ച് കുട്ടികൾക്ക് കിട്ടുന്ന സന്തോഷം മാത്രമായിരുന്നു. അങ്ങനെ മുതിർന്ന വലിയ ഒരു കുട്ടിയായി ജീവിച്ചു വന്നിരുന്നു അൽഫോൺസ് അച്ഛൻ. അതുകൊണ്ട് തന്നെ തൻ്റെ മക്കളുടെ ചില വഴിവിഴച്ച പോക്കുകൾ, തൻ്റെ മകൻ്റെ പണത്തിനോടുള്ള ആർത്തി, ഭാര്യയ്ക്ക് പർദീസയായ ഫ്രാൻസിലേക്ക് തിരിച്ചു പോകാനുള്ള വെമ്പൽ, ഇതൊന്നും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ജീവിതത്തിൻ്റെ പരീക്ഷയിൽ തോറ്റ ഒരു മനുഷ്യനായി അൽഫോൺസ് അച്ഛൻ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവലിൽ മിഴിവോടെ നിൽക്കുന്നു. എല്ലാരും നിക്കി. പച്ചയോ ചോപ്പോ? പച്ചയും ചോപ്പ്. ചോപ്പ് പച്ചയാണോ? എന്താ ചോപ്പാ? ചോപ്പ്. നോവലിൽ അൽഫോൺസ് അച്ഛൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആയ ഒരു കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടൊരു മനുഷ്യനാണോ എന്ന്. നോവലിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് ആ കഥാപാത്രം ഹൃദയം തകർന്ന അവസ്ഥയിലാണെങ്കിലും വളരെ രൂക്ഷമായി പറയുന്നു, ഒരു സംശയമില്ല, നീ ജീവിതത്തിൽ തോറ്റ മനുഷ്യൻ തന്നെയാണ് എന്ന്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ അവിടെ കിടന്ന് തന്നെ തൻ്റെ ജീവൻ അറ്റുപോകുകയാണ്.
ഫ്രാൻസിലേക്ക് തിരിച്ചു ചെല്ലാൻ ഫ്രാൻസിൻ്റെ സമ്പത്തും പർദീസയും സുഖവും ഒന്നും മാടി വിളിച്ചിട്ടും അദ്ദേഹത്തിന് പോകാൻ സാധിക്കാത്തത് ഈ നാട്ടുകാർ അദ്ദേഹത്തിന് കൊടുത്ത സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് തൻ്റെ മകൾ തൊട്ടടുത്ത അയൽക്കാരൻ്റെ മകനിൽ നിന്നും ഗർഭം ധരിച്ചു എന്നറിയുമ്പോൾ അയാൾ തൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്നത്, നിൻ്റെ മകനോ എന്നോടിത് കാണിച്ചു എന്ന്. അപ്പോൾ സ്വന്തം മകൾ വഴിപിഴച്ചതിനപ്പുറം ആ തൻ്റെ അയൽക്കാരനായ മനുഷ്യൻ്റെ മകൻ ഇത് ചെയ്യുമോ എന്നുള്ളതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ അങ്കലാപ്പ്. അത്രമാത്രം നിഷ്കളങ്കത ഉള്ളിൽ സൂക്ഷിച്ച ആ വലിയ മനുഷ്യന് നാം സമ്മാനിച്ചത് പരാജയം മാത്രമായിരുന്നു. മമ്മ ഇത് കണ്ടോ? ക്രിസ്മസ് ജാലവിദ്യക്കാരനോട് ചെന്ന് പറ ആഘോഷിക്കാൻ. എന്റെ തല കണ്ടതോടുകൂടിയാ എല്ലാം മുടിഞ്ഞത്. ഫ്രാൻസിൽ ചെന്ന ആണുങ്ങളെ പോലെ എന്തെങ്കിലും പണിയെടുത്തിരുന്നെങ്കിൽ മറിമായം കാണിച്ചു നടന്ന വീട് പട്ടിങ്ങേ. ഞങ്ങക്ക് ക്രിസ്മസ് ഇല്ല. ശശി പൊക്കോ. പൊക്കോ ശശി. ക്രിസ്മസിന് എന്താ മെനു? വിസ്കി, വൈൻ, ടർക്കി, ചിക്കൻ, പോർക്ക് പോരെ? നാളെ ഈ വീട്ടിൽ തീ പുകയില്ല. ആകാവുന്ന കാലത്തെ വിളിച്ചപ്പം വന്നില്ല. ഈ കുന്നവൻ കാട്ടി ഞങ്ങളെ പരദീസയെ പൊറപ്പിക്കുന്നല്ലേ പറഞ്ഞത്? മതി, ഇനിയെങ്കിലും ആണുങ്ങളെ പോലെ എന്തെങ്കിലും പണിയെടുക്ക്. മയ്യഴിയുമായി ബന്ധപ്പെട്ട നോവലിൽ പലപ്പോഴും ഫ്രാൻസിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് കേരളത്തിനോട് പിന്നീട് കാണിക്കുന്ന ഒരുതരം അവജ്ഞയും, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് മാഹിയിലെ ജനങ്ങൾ അതുവരെ കൊടുത്തിരുന്ന സ്നേഹവും ബഹുമാനവുമെല്ലാം ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് കളഞ്ഞ് പോകാനുള്ള മനസ്സും കാണിക്കുന്നുണ്ട്. അതിൽ ചില കഥാപാത്രങ്ങൾ മാത്രമാണ് മാഹിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ മണ്ണിൽ നിന്നും ലഭിച്ച സ്നേഹത്തിന് ഒരു പുഞ്ചിരിയോടുകൂടി, വിനയത്തോടുകൂടി തിരിച്ചെന്തെങ്കിലും അടയാളങ്ങളെങ്കിലും കൊടുക്കാൻ ശ്രമിച്ചത്. എന്നാൽ അൽഫോൺസ് അച്ഛൻ ശ്രമിച്ചത് അതുകൊണ്ടല്ല, തൻ്റെ ജീവിതം തോൽപ്പിച്ചുകൊണ്ടും തൻ്റെ മരണം തന്നെ കാണിച്ചുകൊണ്ടും തൻ്റെ കുടുംബത്തിൻ്റെ ദയനീയമായ അവസ്ഥ സമർപ്പിച്ചുകൊണ്ടും മാഹിയിൽ തന്നെ കിടക്കാനാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഒരു വൻപിച്ച ദുരന്തത്തിൻ്റെ തോൽവി എന്ന പോലെ അൽഫോൺസ് അച്ഛൻ നിൽക്കുമ്പോൾ ഈ നോവൽ അവസാനിക്കുകയാണ്. Hi, Mama. Michael, oh, Michael, I don't believe this. Michael. പപ്പ നോക്കിയത് ആരാണ്? ഹായ് മൈക്കിൾ. 1992 പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ലെനിൻ രാജേന്ദ്രൻ എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ അതേ പേരിൽ തന്നെ സിനിമയാക്കുന്നത്. കേന്ദ്ര കഥാപാത്രവും നായക കഥാപാത്രവുമായ അൽഫോൺസ് അച്ഛനെ തേടി അധികമൊന്നും അലയേണ്ടി വന്നിട്ടുണ്ടാവില്ല ലെനിൻ രാജേന്ദ്രന്. കാരണം ഈ നോവൽ 1, 2, 3 തവണ വായിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശ രൂപം അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞു. മജീഷ്യൻ്റെ തൊപ്പി തിരിച്ചുവച്ച് ദീർഘകായകനായ മെല്ലിച്ച മനുഷ്യൻ, കണ്ണുകളിൽ സ്വപ്നം മാത്രം, മുഖത്തിന് തനി ഭാരതീയനല്ലാത്ത ഒരു പ്രത്യേക സൗന്ദര്യമുള്ള അവസ്ഥ, ഇതെല്ലാം ചേർന്ന് ഒരു ബോണി സ്ട്രക്ചറായ മനുഷ്യനെ അന്വേഷിക്കാൻ ലെനിൻ രാജേന്ദ്രൻ അധികം പോകേണ്ടി വന്നില്ല. രഘുവരൻ എന്ന നടൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നതുപോലെയായിരുന്നു അത്. രഘുവരൻ്റെ പെർഫോമൻസുകളിൽ ഏറ്റവും ശക്തമായ ഒന്ന് തന്നെയായിരുന്നു അൽഫോൺസ് അച്ഛൻ. അതുകൊണ്ട് തന്നെയാവണം അതിനടുത്ത വർഷം അഖിലേന്ത്യാ തലത്തിൽ ഇത് മത്സരത്തിൽ വന്നപ്പോൾ വെറും ഇഞ്ചോടിഞ്ച് മാർക്കിന് മിഥുൻ ചക്രവർത്തിക്ക് നേടാൻ സാധിച്ചിട്ട് രഘുവരൻ അത് നഷ്ടമായത്. അവസാന റൗണ്ട് വരെയും രഘുവരനും മിഥുൻ ചക്രവർത്തിയും തമ്മിൽ മത്സരിച്ചു ഏറ്റവും നല്ല നടൻ ആര് എന്നുള്ളത്. അതൊരു പക്ഷേ അതുവരെ സിനിമയിൽ നടനം എന്ന അവസ്ഥയിൽ നിന്ന് പ്രത്യേകിച്ചൊരു അംഗീകാരവും നേടാത്ത രഘുവരന് വലിയ ഒരു മാർക്കായി മാറിയിട്ടുണ്ടാവണം. ഇതിങ്ങ് തരൂ. ഷോന്റെ മാപ്പിള കണ്ടാല് അന്റെ മാപ്പിള എങ്ങനെ കാണാനാ? അതിന് മൂപ്പര് ദുബായിലല്ലേ. കൊടുക്ക്.
ഇത് നിങ്ങളെ തട്ടം തന്നെയാണല്ലോ അല്ലേ? ആ ശരിക്കും നോക്കണം, നീ അല്ലാതൊന്നും പറഞ്ഞേക്കല്ലേ. ഇതെന്താപ്പാ ദുബായ് തട്ടോ? ഇതാ എന്റെ തൊപ്പി. ഇത് എത്ര ഉണ്ട്? ഒരു തൊപ്പി ആണല്ലോ. ഇപ്പോഴോ? എന്താണോ രണ്ട് തൊപ്പി. ഇതാ നിർത്തിയ ആ പെണ്ണ് ജാക്കറ്റിലെടുത്ത് പോയി. മോൾക്ക് എത്രയാ വയസ്സ്? അധികം താമസിയാതെ മോൾ അമ്മയാവും. സായിവേ ജാലവിദ്യ. രഘുവരൻ അൽഫോൺസച്ചനായി വരുമ്പോൾ മാഗി എന്ന ഭാര്യയായി അഭിനയിക്കുന്നത് ശ്രീവിദ്യയാണ്. കൃത്യമായ അഭിനയത്തിലൂടെ ശ്രീവിദ്യ തൻ്റെ അതൃപ്തിയും കേരളത്തിലെ മാഹിയിൽ ജീവിക്കുമ്പോഴുള്ള അവരുടെ എല്ലാ ദുഃഖങ്ങളും കാണിക്കുന്നുണ്ട്. തൻ്റെ കണ്ണുകളിൽ നിന്നും അവർ കാണിക്കുന്ന അഭിനയത്തിൻ്റെ സ്രോതസ്സ് സത്യത്തിൽ മലയാളിക്ക് അത്ഭുതത്തിൻ്റെ മറ്റൊരു അവസ്ഥയായിരുന്നു സംരക്ഷിച്ചത്. ഒരർത്ഥത്തിൽ ശ്രീവിദ്യ എന്ന നടി ചെയ്ത ഏറ്റവും നല്ല കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് മാഗി എന്ന് പറയാം. പറുദീസയായ ഫ്രാൻസ് മാടി വിളിക്കുമ്പോൾ പോലും തൻ്റെ ഭർത്താവ് അങ്ങോട്ട് പോകാൻ തുനിയുന്നില്ലല്ലോ എന്ന ഒറ്റ ദേഷ്യത്തിൽ മാഗി വല്ലാതെ പതറിപ്പോകുന്നുണ്ട്. ഒടുവിൽ അവളുടെ ഇല്ലായ്മകൾക്ക് നടുവിൽ ഏതാണ്ട് മധ്യവയസ്സ് കഴിഞ്ഞ അവരെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനും അയൽക്കാരനുമായ ഒരാൾ മോഹിക്കുമ്പോൾ അവർ അത് കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തുന്നതും സ്വന്തം ഭർത്താവിൻ്റെ പിടിപ്പുകേടാണെന്ന അർത്ഥത്തിൽ കൊണ്ടെത്തിക്കുന്നു. അതാണ് അൽഫോൺസച്ചൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുകാരൻ മുഖത്തു നോക്കി ഏറ്റവും പരുഷമായി പറഞ്ഞതും, തനിക്ക് ജീവിക്കാൻ അറിയില്ലായിരുന്നുവെന്ന്, താനൊരു പരാജിതനായ മനുഷ്യനായിരുന്നുവെന്ന്. എന്തായാലും ശ്രീവിദ്യ എന്ന മാഗി കഥാപാത്രം വളരെ ശക്തമായി തന്നെ ദൈവത്തിൻ്റെ വികൃതികളിൽ അഭിനയിച്ചു. ഒന്നേ എനിക്കറിയണ്ടു, എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് മാത്രം. അവൻ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഞങ്ങളും അവനോടൊത്ത് ഫ്രാൻസിൽ. എക്സ്ക്യൂസ് എമോ, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ആടിനെ പോറ്റി ജീവിച്ച ചാത്തുവിന്റെ മകൻ ധർമ്മപാലന് ഇന്ന് ഈ നിലയിലെത്താമെങ്കിൽ മദാമ നിങ്ങൾക്ക് സുഖങ്ങളുടെ പറുദീസയാണ് പാരീസ്. നോവലിൽ അൽഫോൺസച്ചൻ ഇങ്ങനെ കടൽ തീരത്ത് അലഞ്ഞു നടക്കുന്ന കുട്ടികൾക്ക് രസമുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിട്ട് മാത്രമാണ് വന്നിട്ടുള്ളതെങ്കിലും സിനിമയിലെത്തിയപ്പോൾ അത് കൊച്ചു കൊച്ചു മാജിക്കുകൾ കാണിക്കുന്ന ചെറിയ മാറ്റം ലെനിൻ രാജേന്ദ്രൻ വരുത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ കാണികൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതൽ അടുക്കാൻ വേണ്ടിയാവണം. മാത്രമല്ല അത് നിഷ്കളങ്കതയുടെ മറ്റൊരു പ്രതീകമാണ്. ഒരു പ്രതിഫലനത്തിനുമില്ലാതെ വെറുതെ കുട്ടികളെ രസിപ്പിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ മാജിക് കാണിച്ച് നടക്കുന്ന ഒരു മനുഷ്യനോട് നമുക്ക് സ്വാഭാവികമായും ഒരു പാവം എന്ന അവസ്ഥ തോന്നും. അതുകൊണ്ട് തന്നെ ആവണം ആ കഥാപാത്രത്തിന് കൂടുതൽ നിഷ്കളങ്കത വരുത്താനാവണം അങ്ങനെ ഒരു ഇത് ചെയ്തത്. എന്തായാലും അത് അൽഫോൺസച്ചൻ വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്നത് ഇതിലെ കഥാപാത്രമായ അൽഫോൺസച്ചന് 2 മക്കളുണ്ട്. ഒന്ന് ഒരു പെൺകുട്ടിയാണ്, മാളവിക എന്ന നടിയാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. എൽസി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. പിന്നെ ഒരു മകൻ കൂടിയുണ്ട്. ഈ മകനെ സംബന്ധിച്ചിടത്തോളം നോവലിൽ പലപ്പോഴും ഈ കഥാപാത്രം പിന്നീട് എപ്പോഴെങ്കിലും പണത്തിൻ്റെ ആർത്തി കൊണ്ട് ഫ്രാൻസിൽ പോയി ചില തിരിമറികൾ നടത്തുകയും അവിടെ ജയിലിലാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ വന്നപ്പോൾ അവൻ ഫ്രാൻസിൽ നിന്ന് പെട്ടെന്ന് എത്തിയിട്ട് അച്ഛനെ നിർബന്ധിക്കുകയാണ്. അതായത് അൽഫോൺസച്ചനെ നിർബന്ധിക്കുന്നു, എത്രയും പെട്ടെന്ന് സാധനങ്ങൾ പാക്ക് ചെയ്ത് തിരിച്ച് ഫ്രാൻസിൽ വരണം, ഇവിടെ ഇനി ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല, അനിയത്തിയുടെ വിവാഹം നടത്തണം, ഒരുപാട് കാര്യങ്ങളുണ്ട്, അച്ഛൻ ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ നടന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരിടത്തും വരുന്നില്ല, എൻ്റെ നാട് ഇതാണ് മക്കളെ എന്ന് പറഞ്ഞ അയാൾ അവിടെ നിൽക്കുമ്പോൾ ഇവൻ എല്ലാവരെയും കളഞ്ഞിട്ട് പോവുകയാണ്. അതോടെ ഈ കുടുംബം നിത്യദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. കൂടെ പോകണമെന്ന് പറഞ്ഞ അമ്മയെപ്പോലും അവൻ കളഞ്ഞിട്ട് പോവുകയാണ്. പിന്നീട് അവനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മറ്റു കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെയും സിനിമയിലേക്ക് വന്നപ്പോൾ ലെനിൻ രാജേന്ദ്രൻ ചെയ്തിട്ടില്ല. കാരണം
ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവൽ തന്നെ അതിനകത്ത് ഒരുപാട് സിനിമാറ്റിക് തലങ്ങളുണ്ട് എന്ന് അദ്ദേഹം അന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം ഇതിലെ ഒട്ടുമിക്ക ലെനിൻ രാജേന്ദ്രൻ സിനിമകളിലും ദുരന്തത്തിന് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അൽഫോൺസ് അച്ഛൻ എന്ന ദുരന്ത നായകനെ വെച്ചിട്ട് അദ്ദേഹം ഈ സിനിമ പ്ലാൻ ചെയ്തിരിക്കണം. അതുകൊണ്ട് ഇതിലെ കഥാപാത്രങ്ങൾക്ക് മാറ്റമില്ല. പ്രത്യേകിച്ചും സിനിമയുടെ ഒരു ടോൺ എന്ന് പറയുന്നത് നോർത്ത് മലബാറിൻ്റെ അന്തരീക്ഷത്തിലാണ് മെനഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കടലിൻ്റെയും പ്രത്യേകമായ ആ ഒരു മണ്ണിൻ്റെയും ഒക്കെ ഊർവരതയും ഊഷ്മളതയും അതിമനോഹരമായി ചിത്രീകരിക്കാൻ ലെനിൻ രാജേന്ദ്രന് കഴിഞ്ഞു. നിനക്ക് നിന്റെ 2 മക്കളെയും നഷ്ടമായി. ഞാൻ കാരണം. ശിവൻ അവനിപ്പോ എനിക്കറിയില്ല. അവനെങ്ങനെ ഇതിൽപ്പെട്ടു എനിക്കറിയില്ല. ശശി ശിവനും അവരെവിടെ എനിക്കറിയില്ല. കമല എന്നെ വിട്ടിട്ട് എന്തിനു നേരത്തെ പോയി എനിക്കറിയില്ല. കുമാര, ഇന്നോളം നീ നിന്റെ ഭാര്യ ഓർത്തു കഴിഞ്ഞു. ഞാൻ എൻ്റെ മാജിക്കിൻ്റെ ഭ്രാന്തിലും. നമ്മൾ തോറ്റുപോയി. ഇവിടുത്തെ ആകാശവും പുഴയും പൂക്കളുമെല്ലാം എൻ്റേതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അസനാരും കുഞ്ചിരുതയും പെരേരയും കുമാരനും നിങ്ങളാരുമില്ലാത്ത ഫ്രാൻസ്. എൻ്റെ മായാജാലങ്ങൾ ഈ മണ്ണിൽ കാട്ടണമെന്ന് ഞാൻ ആശിച്ചു. ആർക്കും വേണ്ടാത്തവനായിരുന്നു ഞാൻ. അതെ. നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചപ്പോൾ 1992 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദൈവത്തിൻ്റെ വികൃതികൾ എന്ന സിനിമയ്ക്കും ലഭിച്ചു. തീർച്ചയായും ലെനിൻ രാജേന്ദ്രൻ ചെയ്ത കനപ്പെട്ട സിനിമകളിൽ ഏറ്റവും മുന്തിയ സ്ഥാനം ദൈവത്തിൻ്റെ വികൃതികൾ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.